ഹലോ. ആ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. എല്ലാം അവളുടെ മിടുക്ക. ഏ ഞാൻ പിന്നെ വിളിച്ചോളാം. ഈ യക്ഷിയുടെ പിടിയിലായി കഴിഞ്ഞു നീ അല്ലേടാ. ചേച്ചി വായിരിക്കേ. എവിടെ ഇരുത്താൻ? കമ്പനിയുടെ പടിക്ക് പുറത്തോ? പടിക്ക് പുറത്തേക്ക് നീ ചവിട്ടി തള്ളിയില്ലേ? ഇനി എന്തിനാ പെരുവഴിയിൽ പിടിച്ചിരുത്തുന്നേ? ഭിക്ഷ യാചിക്കാനോ? ചേച്ചി പ്ലീസ്, എനിക്ക് ചില കുടുംബ പ്രശ്നങ്ങളുണ്ട്. 10-15 കൊല്ലമായിട്ട് ഈ വീട്ടിൽ ഉണ്ടാവാത്ത ഒരു കുടുംബ പ്രശ്നം എങ്ങനെയാടാ ഇപ്പോഴുണ്ടായത്? ഈ യക്ഷി പടി കിടന്നു വന്നോണ്ടോ? ചേച്ചി അമ്മയുടെ സ്ഥാനം തന്നു നിർത്തിയിട്ട് അവസാനം ഒരു വാക്ക് പോലും പറയാതെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയില്ലേ നീ? രാജിവെക്കാൻ പറഞ്ഞ അത് ചെയ്യില്ലായിരുന്നു ഞാൻ. എന്നെ ഇങ്ങനെ അപമാനിക്കാൻ ഇവള് പറഞ്ഞോ നിന്നോട്? അങ്ങനൊന്നും അല്ല ചേച്ചി കാര്യങ്ങള്. ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഇതുവരെ തന്ന ശമ്പളത്തിന്റെ ഇരട്ടി എല്ലാ മാസവും ഞാൻ എത്തിച്ചോളാം. പണം മാത്രമായിരുന്നോടാ എന്റെ MD സ്ഥാനം? അത് ഞാനും നീയും തമ്മിലുള്ള രക്തബന്ധത്തിന്റെ തെളിവായിരുന്നില്ലേ? ഭാഗമായിരുന്നില്ലേ? അതല്ലേ നീ പിശാചിന് വേണ്ടി മുറിച്ചു മാറ്റിയത്? ചേച്ചി കുറെ നേരമായി യക്ഷി പിശാചെന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ട്. സാരമില്ല, ഞാൻ അതങ്ങ് സഹിച്ചു. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം വെറും അലങ്കാരത്തിനുള്ളതല്ല. പ്രധാനപ്പെട്ട സകല തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു പൊസിഷനാ അത്. അതിനു പകരം ചെരുപ്പ് നക്കിയ ഒരു ജനറൽ മാനേജർ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നഷ്ടം വരുത്തുന്നതും കണ്ടു നിൽക്കാൻ പറ്റാത്തോണ്ടാ MD സ്ഥാനം എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞ. അത് കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടിയാ. കമ്പനി നശിക്കാതിരിക്കാനാ. കമ്പനി നശിപ്പിക്കാനാ ചേച്ചിയുടെ ആഗ്രഹമെങ്കിൽ ആ സ്ഥാനം അങ്ങ് തിരിച്ചെടുത്തോ. സങ്കടത്തോടെ ആണെങ്കിലും എന്റെ ഏട്ടന്റെ നാശം ഞാൻ കണ്ടു നിന്നോളാം. വേണ്ടടാ, ഞാൻ കാരണം നീ നശിക്കണ്ട. ഐശ്വര്യദേവത കയറി ഇരുന്നിട്ടുണ്ടല്ലോ ആ സ്ഥാനത്ത്. ദൈവം നിനക്ക് കാട്ടിത്തരും അതിന്റെ ഫലം. ടാബ്ലറ്റ് കഴിച്ചില്ലല്ലോ മോളെ. മമ്മി, ഇവിടെ ഇങ്ങനെ അടച്ചുപൂട്ടി ഇരുന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. നാളെ മുതൽ ഞാൻ ഓഫീസിലേക്ക് പോകും. നീ എന്താ മോളെ ഈ പറയുന്നേ? 1 മാസം റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? ഒരു അബോർഷൻ എന്ന് വെച്ചാ പ്രസവം പോലെ തന്നെ ശരീരത്തിന് അതിൻ്റെതായ എല്ലാ ശുശ്രൂഷയും ചെയ്യണം. അങ്ങനെയൊന്നും ഇല്ല മമ്മി, അതിന് മാത്രം ക്ഷീണമൊന്നും ഇല്ല എനിക്ക്. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ ആകെ ടയേർഡാണെന്ന്. തൽക്കാലം ഓഫീസിൽ പോകുന്ന കാര്യമൊന്നും മോൾ ആലോചിക്കേ വേണ്ട. അവിടുത്തെ കാര്യങ്ങളൊക്കെ സുധീഷ് നോക്കിക്കോളും. വേണമെങ്കിൽ ഇടയ്ക്ക് എന്ന് സഹായിക്കാൻ ഡാഡിയോടും പറയാം. എക്സ്പോർട്ടിംഗ് സംബന്ധിച്ച കാര്യങ്ങളൊന്നും അറിയാതെ ഡാഡി എന്ത് സഹായിക്കാനാ? സുധീഷേട്ടൻ ഇപ്പോ എന്റെ സഹായം അത്യാവശ്യം. എന്തായാലും ശരി, ഡോക്ടർ സമ്മതിക്കാതെ നിന്നെ ഇവിടുന്ന് പുറത്ത് വിടില്ല ഞാൻ. ഹലോ. ഹലോ, വീണ കുഞ്ഞാന്നോ? അതെ, ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് മാത്യൂസ് എന്നാ കുഞ്ഞെ. ഒത്തിരി കാലം ഞാൻ നാട്ടിലില്ലായിരുന്നു. അതാ നീരേറ്റിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വൈകിയേ. ആരാ? നീരേറ്റ് തറവാടുമായി വർഷങ്ങളായുള്ള ബന്ധമായി എനിക്ക്. കുഞ്ഞിന്റെ അപ്പൂപ്പൻ കൃഷ്ണപിള്ള ചേട്ടനും കേശവൻ നായരും ഒക്കെ ഈ മാത്യൂസ് അച്ചായന് വളരെ വേണ്ടപ്പെട്ടവരാ. അങ്കിൾ എന്താ ഇപ്പൊ വിളിച്ചേ? കുഞ്ഞിന്റെ അവസ്ഥയൊക്കെ ഞാൻ അറിഞ്ഞു. വലിയ കഷ്ടമായി പോയി. ദൈവം ചില നേരത്ത് ഇങ്ങനെ നല്ല മനസ്സുള്ളവരെ അങ്ങ് വല്ലാണ്ട് സങ്കടപ്പെടുത്തും. എന്നാത്തിനത് പരീക്ഷിക്കുക കുഞ്ഞെ. അതൊക്കെ കഴിഞ്ഞാ പിന്നെ ഇത്തിരി സന്തോഷം അങ്ങ് തരും. കുഞ്ഞു നോക്കിക്കോ, നല്ല 2 കൊച്ചുങ്ങൾ കുഞ്ഞിനുണ്ടാവും. താങ്ക് യു അങ്കിൾ. പക്ഷേ അതിനാ ഗൾഫ് മേനോന്റെ ഭാര്യ എന്നും പറഞ്ഞ് നടക്കണ ആ പെണ്ണ് ഒരു തടസ്സമാവോ എന്നാ അച്ചായന്റെ പേടി. അതെന്താ അങ്കിൾ അങ്ങനെ പറയുന്നേ?
എന്റെ കുഞ്ഞെ ആ സുധീഷും പെണ്ണും തമ്മിൽ സ്നേഹത്തിലായിരുന്നില്ലേ? നാട്ടുകാരെ പറ്റിക്കാനാ അവൾ ആ ഗൾഫ് മേനോനെ കെട്ടിയത്. അവൾ ഇപ്പോഴും സുധീഷിന്റെ പുറകെ തന്നെയാ. അവരിപ്പോഴും കൂടെ കൂടെ കാണുന്നുമുണ്ട്, ഫോണിൽ വിളിക്കുന്നുമുണ്ട്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല അങ്കിൾ. സുധീഷ് ഏട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ആരാ മോളെ, ഇങ്ങ് തന്നെ. ഹലോ, ഞാൻ ശ്വേതയാ, വീണയുടെ അമ്മ. ആരാ നിങ്ങൾ? അയ്യോ, എത്ര കാലമായി ഈ ഒച്ചയൊന്ന് കേട്ടിട്ട്? അതെങ്ങനെ അമേരിക്കയിലോട്ട് പോയേ പിന്നെ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ആരാ ഇത്? ഏ, ഓ, മനസ്സിലായില്ലയോ? അയ്യോ, ഞാനാ മാത്യൂസ്, കുഴിയിൽ മാത്യൂസ്. എന്താ ഇപ്പൊ മോളോട് പറഞ്ഞേ? അതെ, ആ വർഷയും സുധീഷും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന് പറയുമായിരുന്നു. മാത്രമല്ല, ആ മേനോന്റെ മറ പിടിച്ച് രണ്ടാളും കൂടി വീണക്കുഞ്ഞിന്റെ കമ്പനി തകർക്കാനുള്ള പരിപാടി ആസൂത്രണം ചെയ്യുക. ഇന്നലെ കാറിനടുത്ത് നിന്ന് രണ്ടാളും സംസാരിക്കണത് ഇച്ചിരി നേരം ഞാൻ കേട്ടു. കൃഷ്ണപിള്ള ചേട്ടനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് പറയുവാ ഞാൻ, വീണക്കുഞ്ഞിന്റെ ഭർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചോണം. ആ, എനിക്ക് മാത്യൂസിനെ നേരിട്ടൊന്ന് കാണണം. അയ്യോ, അതിനെന്താ? നിങ്ങളെയൊക്കെ സഹായിക്കാനല്ലയോ കർത്താവ് മാത്യൂസിനെ ഭൂമിയിലോട്ട് അയച്ചിരിക്കുന്നേ. വന്നേക്കാ ഞാൻ. ആ, ശരി. ആ മോളെ, ഇപ്പൊ എനിക്ക് തോന്നുക നീ ഇവിടെ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരുന്ന ശരിയാവില്ല. മമ്മി, സുധീഷ് ഏട്ടനും വർഷയും തമ്മില്. ആ, സത്യാവസ്ഥ അറിയട്ടെ. അന്നേ ഞാൻ എതിർത്തതാ ഈ ബന്ധം വേണ്ടെന്ന്. അവള് നമ്മുടെ കുടുംബത്തിൽ കയറി കളിച്ചാ തിരിച്ചങ്ങോട്ട് കളി പഠിപ്പിക്കാൻ എനിക്കറിയാം. വിഷമൊന്നുമില്ലല്ലോ? എല്ലാം എല്ലാം നിന്നെ കണ്ടപ്പോ മാറി. എനിക്ക് ഒരു സങ്കടമില്ല. കരുമനോട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല. ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ചിരിക്കുക ചിന്നുന്. മസ്തിഷ്കാഘാതം. അപ്പൊ ഇനി ഒരിക്കലും ചിന്നു ബോധം വരത്തില്ലേ? തലച്ചോറിന്റെ കാര്യം കൃത്യമായിട്ട് പറയാൻ ഒരു ഡോക്ടർക്കും കഴിയില്ല കരുമ. ഇടതുവശത്ത് സ്ട്രോക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ചിന്നുന്റെ വലതുവശം തളർന്നു പോയിട്ടുണ്ടാവുന്ന. അബോധാവസ്ഥയിലായതുകൊണ്ട് മനസ്സിലാവാത്തതാ. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ നോക്കണം. അവിടെയാവുമ്പോൾ കുറെ കൂടെ ശ്രദ്ധ കിട്ടും. അപ്പോ ചിന്നുന് ബോധം വരുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ല. തൽക്കാലം പറ്റില്ല കരുമ. എല്ലാരും കൂടി എന്റെ ചിന്നുനെ ശവംബരാക്കി കിടത്തിയില്ലേ? മുത്തിയമ്മ പറഞ്ഞ പോലെ ചെയ്തിരുന്നെങ്കിൽ എന്റെ ചിന്നു ഒരു കുഴപ്പം വരത്തില്ലായിരുന്നു. കുഞ്ഞേ, നിന്റെ സങ്കടവും ദേഷ്യവും ഒക്കെ എനിക്ക് മനസ്സിലാവും. ഈ നെഞ്ചിനകത്ത് അതിലേറെ നീറ്റലുണ്ട്. എന്റെ പേരക്കുഞ്ഞാവള് നീരേറ്റ് തറവാട്ടിന്റെ ഒരു സൗഭാഗ്യവും അനുഭവിക്കാൻ ഭാഗ്യമില്ലാണ്ട് പോയ എന്റെ സ്വന്തം പേരക്കുഞ്ഞ്. അവളെ ഞങ്ങൾ ആരെങ്കിലും മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ചങ്കിൽ കത്തി ഇറക്കുന്നതിന് തുല്യാത്. അരുത് കരുമാ. എനിക്കൊന്നും കേൾക്കണ്ട. ആര് ചെയ്താലും ഇല്ലെങ്കിൽ ശരി, എനിക്ക് എന്റെ ചിന്നു തിരിച്ചു വേണം. ജീവനോടെ, ബോധത്തോടെ. ഇപ്പൊ ഞാൻ പോവാ. പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന എന്റെ ചിഹ്നം എനിക്ക് വേണം. അല്ലെങ്കിൽ
എല്ലാരും കൂടി എന്റെ ചിന്നുവിനെ ശവം പോലാക്കി കിടത്തിയില്ലേ? മുത്തിയമ്മ പറഞ്ഞ പോലെ ചെയ്തിരുന്നെങ്കിൽ എന്റെ ചിന്നു ഒരു കുഴപ്പം വരത്തില്ലായിരുന്നു. കുഞ്ഞേ, നിന്റെ സങ്കടവും ദേഷ്യവും ഒക്കെ എനിക്ക് മനസ്സിലാവും. ദാ ഈ നെഞ്ചിനകത്ത് അതിലേറെ നീറ്റലുണ്ട്. എന്റെ പേരക്കുഞ്ഞാവള് നീരേറ്റ് തറവാട്ടിന്റെ ഒരു സൗഭാഗ്യവും അനുഭവിക്കാൻ ഭാഗ്യമില്ലാണ്ട് പോയ എന്റെ സ്വന്തം പേരക്കുഞ്ഞ്. അവളെ ഞങ്ങൾ ആരെങ്കിലും മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ചങ്കിൽ കത്തി ഇറക്കുന്നതിന് തുല്യാത്. അരുത് കരുമ. എനിക്കൊന്നും കേൾക്കണ്ട. ആര് ചെയ്താലും ഇല്ലെങ്കിൽ ശരി, എനിക്ക് എന്റെ ചിന്നു തിരിച്ചു വേണം, ജീവനോടെ, ബോധത്തോടെ. ഇപ്പൊ ഞാൻ പോവാ. പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന എന്റെ ചിന്നു എനിക്ക് വേണം. അല്ലെങ്കിൽ മാനത്തുനിന്ന് കണ്ണെടുക്കണ്ടടാ, ഇപ്പൊ പൊട്ടി വീഴും നിന്റെ കെട്ടിയോളും കൊച്ചും. ഒരു വലയിട്ട് പിടിച്ചോടാ കരുമ, ഇല്ലെങ്കിൽ മാനത്തുനിന്ന് പൊട്ടി വീണ് കയ്യും കാലും ഓടിയും. ഒന്ന് പോകുന്നുണ്ട് മുത്തിയമ്മ. എങ്ങോട്ട് പോവാനാടാ ഞാൻ? കുഴിയിലോട്ടോ? ഞാൻ പൊക്കോളാം. അല്ലെങ്കിൽ ഈ കാട്ടുമുത്തി ചത്താലെന്താ ജീവിച്ചാലെന്താ? അതുപോലാണോടാ ചിന്നു? അവള് ജീവിച്ചാ ഇതുവരെ? ഇല്ലല്ലോ. ജീവിതം കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് നട്ടല്ലൊടിച്ച് കിടത്തി കളഞ്ഞില്ലേ ആ പാർവതി ഡോക്ടർ? എന്നിട്ട് ഇവിടെ ഇത് അരയ്ക്ക് താഴെ നട്ടലില്ലാത്ത ഒരുത്തൻ മേലോട്ട് നോക്കി കിടക്കണം. ഞാനിപ്പോ എന്ത് വേണമെന്ന മുത്തി പറയുന്നേ? നീരയിലേക്ക് കയറി ചെന്ന് പാർവതി ഡോക്ടറെ കൊല്ലണോ? അതേടാ, പേരെടുക്ക അറിഞ്ഞൂടാത്ത ഡോക്ടർ പിശാചിനെ കൊല്ലണതാ നല്ലത്. 100 വട്ടം ഞാൻ പറഞ്ഞതല്ലേ ചിന്നുവിന്റെ പേര് ഞാൻ എടുത്തോളാന്ന്. കേട്ടില്ല. ഈ ഊരിൽ ഏതെങ്കിലും ഒരു പെണ്ണ് നട്ടല്ലൊടിഞ്ഞു മുണ്ടാട്ടം മുണ്ടി കിടക്കണുണ്ടോടാ ഞാൻ പേരെടുത്തിട്ട്? അതൊക്കെ കഴിഞ്ഞില്ലേ മുത്തിയമ്മേ? ഇനിയിപ്പോ മുന്നോട്ട് എന്ത് വേണമെന്ന് ആലോചിച്ചാ മതി. അത് തന്നെടാ കരുമാ ഞാൻ പറഞ്ഞു വരണത്. ഇനിയിപ്പം ആ കൊച്ചിനെയെങ്കിലും ചാവാതെ കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കാടിന്റെ തണലിലോട്ട് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ കൊച്ചിന്റെ ചവം കാണേണ്ടി വരും നിനക്ക്. നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ലടാ മുത്തിയമ്മ, എന്റെ മനതിലെ കണ്ണീര് പുറത്ത് ചാടിയതാ. നീ വിഷമിക്കണ്ടടാ കരുമ. മുത്തിക്ക് ജീവനുണ്ടെങ്കിലേ നീലേറ്റി കേറി കൊച്ചിനെ എടുത്തോണ്ടി പോരും. നീ നോക്കിക്കോ. മുത്തിയമ്മേ, ചിന്നു നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? വേണോടെ കരുമ, എന്റെ മോളെ ഈ കുടിയിലോട്ട് തന്നെ കൊണ്ടുവരണം. പക്ഷേ ഇങ്ങനെ മിണ്ടാനോ അനങ്ങാനും പറ്റാത്ത അവസ്ഥ കിടക്കുമ്പോ ചിന്നുനെ വെല്ലുമലയാളിയും പാർവതി ഡോക്ടറും വിടത്തില്ല. നിന്റെ കെട്ടിയോളെ വിളിച്ചോണ്ട് വരാൻ എന്തിനാടാ ആ പിശാചിന്റെ സമ്മതം? ഇവിടുന്ന് മഞ്ചം കെട്ടി ആളെ കൂട്ടിച്ചെന്ന് എന്റെ മോളെ മഞ്ചത്തിൽ കിടത്തി കൊണ്ടുപോരണഞ്ഞ് ആരെങ്കിലും എതിര് നിന്നാ വെട്ടുപിച്ചാത്തി എടുക്കാൻ ഈ ബുദ്ധിയുണ്ടടാ മുന്നില്. വേണ്ട മുത്തിയമ്മേ, ചിന്നുന് മനഃപൂർവ്വം ദോഷം വരാൻ വേണ്ടി അവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. വെല്ലുമലയാളിക്കാണെങ്കിൽ ചിന്ന ജീവനാ. അവിടെ ചെന്ന് വേണ്ടാരും കാട്ടാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. മുത്തിക്കറിയോ, ഇന്നലെ രാത്രി ഞാൻ കിനാവ് കണ്ടു. എന്റെ മോൻ പിച്ച വെച്ച് ചിരിച്ചോണ്ട് എന്റെ നേരെ കൈ നീട്ടി വരുന്നത്. അത് നടക്കൂടാ കരുമ. ഞാൻ ഇപ്പൊ തന്നെ നീരേറ്റിലോട്ട് ചെല്ലാം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ മുത്തി തിരിച്ചു വരത്തുള്ളൂ. ഇനി അലക്കും തിരുമലും ഒക്കെ നീരേറ്റിന്റെ ഉമർത്ത്.